ടെക്ല സ്ട്രക്ചേഴ്സ് എന്ന സോഫ്റ്റ്വെയറിൽ എങ്ങനെ നമ്മളൊരു ആങ്കർ ബോൾട്ട് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ബേസ് പ്ലേറ്റ് കണക്ഷൻ കൊടുത്തായിരുന്നു. ഈ ബേസ് പ്ലേറ്റ് കണക്ഷനിൽ നമുക്ക് എങ്ങനെ ഒരു ആങ്കർ ബോൾട്ട് പ്രൊവൈഡ് ചെയ്യാം. ബേസ് പ്ലേറ്റ് കണക്ഷൻ്റെ പ്രോപ്പർട്ടി നമ്മളെടുക്കും. ഇതിൽ ആങ്കർ റോഡ്സ് എന്ന് പറഞ്ഞ ടാബിൽ പോവാം. ആങ്കർ റോഡ്സിൽ ഫസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ബേസ് പ്ലേറ്റ് വിത്ത് ആങ്കർ റോഡ്സ്. ഇവിടെ ആങ്കർ റോഡ്സ് ഡെവലപ്പ് ആവും. ഇനി ആങ്കർ റോഡ്സ് ഏത് ടൈപ്പിൽ വേണം, ജെ വേണോ, യു വേണോ, ഇല്ലെങ്കിൽ പ്ലേറ്റ് വാഷർ വരുന്ന വേണോ? അപ്പോൾ പ്ലേറ്റ് വാഷർ വരുന്ന ഓപ്ഷനിലോട്ട് ഇട്ടു. ഇനി നമുക്ക് എന്തൊക്കെയാണോ ഈ ആങ്കർ ബോൾട്ടായിട്ട് റിലേറ്റ് ചെയ്ത് ഡിസൈൻ പ്രകാരം വേണ്ടത് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് 2 നമ്പർ നട്ട് വേണം, ഒരു സ്റ്റാൻഡേർഡ് വാഷർ വേണം, താഴെ ഒരു പ്ലേറ്റ് വാഷറും ഒരു സ്റ്റാൻഡേർഡ് വാഷറും വേണം. മോഡിഫൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഡെവലപ്പായി. ഇനി ഒരു ഗ്രൗട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൗട്ടിൻ്റെ തിക്നെസ് കൊടുത്തു. ഗ്രൗട്ട്. ഇനി നട്ടിൻ്റെ പ്രൊഫൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നട്ടിൽ പോയി പ്രൊഫൈൽ കാറ്റലോഗിൽ അതേഴ്സ് എടുത്തു, നട്ട് എം. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നട്ട് വന്നു. ഇവിടെ കണ്ടില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് അസൈൻ ചെയ്യാം. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസ്റ്റൻസ് കൊടുക്കാം. ടോട്ടൽ ഹൈറ്റ് എത്രയാണോ വരുന്നത് ആ ഹൈറ്റ് കൊടുത്തു. ഇനി ഇവിടെ എഡ്ജ് ഡിസ്റ്റൻസ് എത്ര വേണം അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതിന് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയും. കോൺക്രീറ്റിൽ നിന്ന് റോഡ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. എംബഡ്മെൻറ്റ് എന്ന് പറയും. കോൺക്രീറ്റിൽ നിന്നും റോഡ് താഴോട്ട് പോകുന്നതിന് എംബഡ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസ് എല്ലാം കൊടുത്ത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ ഇവിടെ കണ്ട ആങ്കർ ബോൾട്ട് വന്നു. ഒരു ആങ്കർ ബോൾട്ട് സെറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇൻ ഡെപ്ത് നിങ്ങൾക്ക് ആങ്കർ ബോൾട്ട് സെറ്റ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.